മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദർശനം ഞാൻ കണ്ടിടുമ്പോ വാഴ്ത്തിടുന്നേശുനാമം സ്തുതിച്ചിടുന്നേശുനാമം സ്വർഗമെനിക്കു മീതെ തുറന്നിടുമ്പോ സ്തോത്രഗീതയാകം ഞാൻ അർപ്പിക്കുന്നേശുവിന് ആ ദിവ്യ ദർശനം ഞാൻ കണ്ടിടുമ്പോ. ഇന്ന് മലാക്കി പുസ്തകത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥന ശ്രവിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-9 വാക്യം, അതിൻ്റെ ഒടുവിലത്തെ ഭാഗം, ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്നെതിരും നീചരുമാക്കിയിരിക്കുന്നു. ഈ 2-ാം അധ്യായത്തിൽ അതിൻ്റെ ഈ ആദ്യത്തെ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് ഈ വാക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. ദൈവം പുരോഹിതന്മാരോട് പറയുന്ന വാക്കുകളാണിത്. 1-ാം വാക്യം ആരംഭിക്കുന്നത്, ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോട് ആകുന്നു. ഇപ്പം ദൈവം പുരോഹിതന്മാരോട് പറയുന്ന കാര്യങ്ങളാണ് ഈ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോഴും അവരോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. എങ്കിലും ഇവിടെ 9-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഹൃദയത്തിൽ വളരെ വേദന തോന്നുന്നത് പോലെ അനുഭവപ്പെടുന്നു. കാരണം ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു എന്നുള്ള വാക്കുകൾ ദൈവം ഈ പുരോഹിതന്മാരോട് പറയുമ്പോൾ അത് നിശ്ചയമായിട്ടും നമ്മുടെ ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ദൈവം ഒടുവിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കാരണം അവരുടെ ജീവിതം മുഴുവനായി ദൈവം നോക്കുമ്പോൾ, ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ 2-3 വാക്യങ്ങളിലൊക്കെ ദൈവം അവരെ ശപിക്കുന്നു, ശാപം അയക്കുന്നു. അവരുടെ ഉത്സവങ്ങളിൽ, അവരുടെ കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്താ അതിന് കാരണം? ദൈവത്തെ അവർ ഭയപ്പെടുന്നില്ല, നിയമത്തെ അവർ അനുസരിക്കുന്നില്ല, നിയമത്തെ മാറ്റിക്കളഞ്ഞു. അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് നൽകിയ ഉപദേശത്തെ അവർ പാലിക്കുന്നില്ല, ഉപദേശം അവർ തെറ്റിച്ചു കളഞ്ഞു, അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ അവർ ചെയ്യുന്നില്ല. അപ്പോൾ ദൈവം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രത്യേകമായി നൽകിയിരിക്കുന്ന പ്രമാണങ്ങളെ അനുസരിക്കാതെ അവർ തന്നെ വഷളായി പോവുകയും ഒപ്പം ജനത്തെ വഷളാക്കുകയും ചെയ്തത് മുഖാന്തരം ദൈവം ഒടുവിൽ പറയുകയാണ്, ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു എന്ന്. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം, ഞാനും എന്ന്. ജനത്തിൻ്റെ ഇടയിൽ ഇവർക്കുണ്ടായിരുന്നൊരു സ്ഥാനം ഇവരായിട്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ, ജാതികളുടെ മധ്യേ ഇവരെ ദൈവം ഇവർക്ക് നൽകിയിരുന്ന സ്ഥാനവും മാനവും അവരുടെ ആ പദവിയും അതിൻ്റെ മഹത്വമൊക്കെ പുരോഹിതന്മാർ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇന്ന് പുരോഹിതന്മാരെ ജനം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടാകും എന്ന് ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ന്യായം മറിച്ചു കളഞ്ഞ പുരോഹിതന്മാർ. അപ്പോൾ വേദനപ്പെട്ട ഹൃദയങ്ങളിൽ എത്രമാത്രം ഇവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായിട്ടുണ്ടാവും. ജനത്തെ ഇടറുമാറാക്കിയ ഈ പുരോഹിതന്മാരെ ശരിയായ പാതയിൽ നടക്കുന്ന ആളുകൾ എത്രത്തോളം വെറുത്തിട്ടുണ്ടാവും.
പിന്നെയോ ഇസ്രായേൽ ജനത്തിന് അറിയാമല്ലോ ദൈവം ലേവിക്ക് നൽകിയിരിക്കുന്ന നിയമം എന്താണെന്ന്. അത് വിട്ടുമാറി സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് ജനത്തിനുണ്ടാകുന്ന പ്രതികരണം എങ്ങനെയായിരിക്കും? നോക്കണം, ജനം അവരെ ശരിയായിട്ടുള്ള പുരോഹിതന്മാരോട് കാണുന്ന, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കുന്ന പുരോഹിതന്മാരോട്, ദൈവാലയത്തിൽ ദൈവഹിതപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരോട് ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരുന്ന ആ ബഹുമാനവും ആ സന്തോഷവും ഇന്ന് ഇസ്രായേൽ ജനത്തിന് ഇവരോടുള്ള ബന്ധത്തിലില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളെ എന്ന് പറയുമ്പോൾ ഈ ജനത്തിൻ്റെ ഉള്ളിൽ ഇവരോടൊരു വെറുപ്പുണ്ടായിട്ടുണ്ട്, ജനത്തിൻ്റെ ഉള്ളിൽ ഇവരോടൊരു വിഷമമുണ്ടായിട്ടുണ്ട്, അകൽച്ച വന്നിട്ടുണ്ട്, ആദരവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ദൈവം പറയുകയാണ്, ഞാനും നിങ്ങളെ, അതായത് മറ്റുള്ളവരെല്ലാം നിങ്ങളെ നിന്നതിലും നീചരുമായിട്ട് കാണുന്നു, ഞാനും അങ്ങനെ തന്നെ കാണുന്നു എന്ന് പറയുകയാണ്. ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്നെതിരും നീചരും ആക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവം ആക്കിക്കളഞ്ഞവരെ, ദൈവം അവരെ അങ്ങ് നിന്നെതിരും നീചരുമാക്കിക്കളഞ്ഞു. നോക്കണേ, എത്ര സ്ഥാനമുണ്ടായിരുന്നവരാ ഇസ്രായേൽ, എത്ര ആദരവോടെ കണ്ടിരുന്നവരാ. ദൈവം ഇവരും മുഖാന്തരമാണ്, ഈ ലേവ്യരും ആ മുഖാന്തരമാണ് ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവം ഇവർ മുഖാന്തരമാണ് ആരാധന സ്വീകരിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്തു വന്നവരാണിവർ. ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും മധ്യേ നിന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇന്ന് ഇസ്രായേലിലെ ജനത്തിന് കിട്ടേണ്ടുന്ന ബഹുമാനം പോലുമില്ലാതെ ഇവരെന്തിനെതിരും നീചരുമായി മാറിയിരിക്കുകയാണ്, വെറുക്കപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. ദൈവം അവരെ ഏറ്റവും താഴ്ത്തിക്കളഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? അവരുടെ ജീവിതത്തിലെ വന്ന കുറവുകളാണ്. അവരൊരു ദൈവഭയമില്ലാത്തവരായി മാറിയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഭയത്തോടു കൂടിയാണ് ഈ വാക്കുകളൊക്കെ സംസാരിക്കുന്നത്. നമ്മളും ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നാം ദൈവവഴി വിട്ടുമാറുമ്പോൾ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കി ദൈവം മാറ്റാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മളേറെ ഭയത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണം. ന്യായപാലനം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, നാം പഠിപ്പിക്കുമ്പോൾ, ജനത്തിൻ്റെ മുമ്പാകെ ജീവിക്കുമ്പോൾ, ദൈവസഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മലാഖി മുഖാന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലേവ്യരോട് ദൈവം ഇത് ചെയ്തുവെങ്കിൽ എന്നോടും താങ്കളോടും ദൈവം അത് ചെയ്യും. കാരണം ദൈവം പക്ഷപാതം കാണിക്കുന്നവനല്ല, ദൈവം കൃത്യമായി ന്യായം വിധിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് ഏറ്റുപറയുകയും, കർത്താവേ, നിൻ്റെ വഴി വിട്ട് ഞാൻ മാറിയിട്ടുണ്ട്, ഞാൻ പക്ഷം പിടിച്ചിട്ടുണ്ട്, സഭയിൽ ഞാൻ പക്ഷം പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്, അതെൻ്റെ കുറവാണ്, ഞാനത് സമ്മതിക്കുന്നു. ഇനി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല കർത്താവേ. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ആലോചനയ്ക്കൊത്തവണ്ണം താഴ്മയുള്ള ഹൃദയത്തോടെ, ഭയത്തോടെ, വിറയലോടെ, ഭക്തിയോടെ ജീവിച്ചു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് നമ്മുടെ കുറവുകൾ തിരുത്തി മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലത്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടി, ബന്ധുക്കാർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം നാം സഭയിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷഭേദം കാണിച്ചിട്ടുണ്ട്, ചിലരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്.
ഉപദ്രവിച്ചിട്ടുണ്ട്. നോക്കണേ, ഇതൊക്കെ ദൈവസന്നിധിയിൽ എത്ര വലിയ പാപമാണ്, ദൈവം വെറുക്കുന്ന കാര്യമാണ്. പുരോഹിതന്മാരോട് ദൈവം അത് പറഞ്ഞെങ്കിൽ കൃത്യമായിട്ടും നമ്മളോടും ദൈവം അത് പറയുന്നു. നാം ഈ ചെയ്യുന്നതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. എത്ര പാവങ്ങളെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത്, വെറുപ്പോടുകൂടി ഇടപെട്ടിട്ടുള്ളത്. നോക്കണേ, ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട് സ്വർഗത്തിൽ. ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. ആ ന്യായാധിപൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. നാം അന്യായമായി ന്യായം വിധിച്ചപ്പോൾ ന്യായം വിധിക്കുന്നവൻ സ്വർഗത്തിലുണ്ട്. അവൻ്റെ കണ്ണിനൊന്നും മറഞ്ഞിരിപ്പില്ല. അവനെല്ലാം കാണുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയവികാര വിചാരങ്ങൾ പോലും കൃത്യതയോടെ അറിഞ്ഞ് അതിനൊക്കെ തക്കവണ്ണം കൃത്യമായി ന്യായപാലനം ചെയ്യുന്നൊരു ദൈവം. അപ്പോൾ നാം എത്ര ഭയപ്പെടണം ദൈവത്തെ. നാം ദൈവസന്നിധിയിൽ എത്ര നിഷ്കളങ്കതയോടെ ജീവിക്കണം. പ്രിയമുള്ളവരെ, മലാഖി ഈ 9-ാമത്തെ വാക്യത്തിൽ, 2-ാമത്തെ വാക്യത്തിൽ, ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്നിരും നീചരുമാക്കിയിരിക്കുന്നു എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ, വളരെ ഭയത്തോടെ, നേരോടെ വരുന്ന ദിവസങ്ങളിൽ ജീവിക്കാം. കർത്താവേ, ഞാനെങ്ങനെ എൻ്റെ ജീവിതത്തെ നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭക്തിയോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠ നാമം മഹത്വപ്പെടട്ടെ. മനുഷ്യരിലാശ്രയമൊരിക്കലും വയ്ക്കുവാൻ ഇടവരുത്തരുതേ ആശ്രിതവത്സല. മനുഷ്യരിലാശ്രയമൊരിക്കലും വയ്ക്കുവാൻ ഇടവരുത്തരുതേ ആശ്രിതവത്സല. കാക്കണേ നിന്റെ പാതയിൽ, കാക്കണേ നിന്റെ പാതയിൽ എന്റെ ജീവിതകാലം.